ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നേരത്തെ ഈർക്കിൽ സംഘടന, ബക്കറ്റ് പിരിവ്, കൃമികീടങ്ങൾ, ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഒഴിവാക്കി ഈ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് വരാൻ എന്താണ് ശ്രീ കെ എൻ ഗോപിനാഥ് തടസ്സം? നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ, പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ 2021 പ്രകടന പത്രികയിൽ ദിവസം 700 രൂപ ഇവരുടെ ഓണറേറിയമായി വർദ്ധിപ്പിക്കുമെന്നുള്ള നിങ്ങളുടെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനമാണ് നിങ്ങൾക്ക് ഇന്ന് തിരിച്ചടിയാകുന്നത്. ശരിയല്ലേ? അല്ല, രാഹുൽ മാങ്കുണ്ടം നിയമസഭയിൽ പറഞ്ഞ പ്രകടന പത്രിക കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട്, ചാനൽ ചർച്ചയിലും പറയുന്നുണ്ട്. അരുൺകുമാർ ആ പ്രകടന പത്രിക പരിശോധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ കേരളത്തിലെ മിനിമം വേജസ് 720 രൂപ എന്നുള്ള നിലയിൽ 21,000 രൂപ പ്രതിമാസം ലഭിക്കത്തക്ക വിധത്തിൽ വേതന വർധനവ് തൊഴിലാളികൾക്ക് നടപ്പാക്കുന്ന പറഞ്ഞത്. അത് തൊഴിൽ നയത്തിൽ പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ്. അല്ലാതെ ആശാ വർക്കർമാരും അംഗൻവാടി, മിഡ് ഡേ മീൽ അടക്കമുള്ള സ്കീം വർക്കർമാർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണെന്നിരിക്കെ അവർ തൊഴിലാളികളായി പരിഗണിക്കാതെ കേരളത്തിലെ ഗവൺമെൻറ് അങ്ങനെ പരിഗണിക്കുമെന്ന് കണക്കാക്കിക്കൊണ്ടൊരു ഓഫർ പ്രകടന പത്രികയിൽ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ആളാണ്. നമുക്ക് തെറ്റൊന്നുമില്ല. 21,000-ഓ 26,000-ഓ ഒക്കെ. ഇപ്പം ഞങ്ങൾ ആ 21,000 മാറ്റി 26,000-ആണ്. അടുത്തവണ പ്രകടന പത്രിക കേൾക്കുമ്പോൾ 26,000-ലേക്ക് മാറേണ്ടി വരും. ഞങ്ങൾ ഓൾ ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. CIT അടക്കമുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇപ്പോൾ ഈ മെയ് 5-ാം തീയതി മിക്കവാറും ഒരു പണിമുടക്കിലേക്ക് രാജ്യം മാറുകയാണ്. അവിടെയും ആശാ വർക്കർമാരടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർ പറയുന്നത് അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ് 2005-ൽ കൊണ്ടുവന്ന ഈ സ്കീമല്ല. അത് അവരിപ്പോൾ ഏതാണ്ട് 20 വർഷമാണ്. ഏപ്രിൽ 14-ാം തീയതി വന്ന 20 വർഷമായി ആശ എന്നുള്ള സ്കീം വന്നിട്ട്. അവരെ ആർദ്രം മിഷൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അവരുടെ ഫിക്സഡ് ഇൻസെൻറ്റീവ് എന്നുള്ള നിലയിൽ ഒരു തീരുമാനമെടുത്ത് അവരുടെ ജോലിക്കൊരു സ്ഥിരത ഉണ്ടാക്കിയത്. ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. 7,000 രൂപ പ്രതിമാസം ഓണറിയം എന്നുള്ള നിലയിലേക്ക് എത്തിച്ചത് പല വട്ടങ്ങളിലായി ട്രേഡ് യൂണിയൻ സംഘടനകളുടെ, CIT-ൻ്റെ, ഫെഡറേഷൻ്റെ ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഒന്നും അറിയാത്ത അത് 7,000 ഇനി വർദ്ധിക്കുന്നതിൽ തെറ്റില്ല. ഞങ്ങളും ഈ ഒരാഴ്ച 2 ദിവസം മുമ്പ് സമരം ചെയ്തല്ലോ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ മുമ്പിൽ. അവിടെ 7-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഇതേ മന്ത്രി തന്നെ ഇപ്പോൾ അസോസിയേഷൻ എന്ന് പറയുന്ന ശ്രീ ബിന്ദുവിൻ്റെ സംഘടന, ആ സംഘടനയോട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളോടും മറുപടി പറഞ്ഞതാണ്. ബിന്ദു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം ഓണറി ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് മാർഗ്ഗമില്ല. 636 രൂപയാണ് NHM-ന് മൊത്തം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാനുള്ളത്. ശമ്പള കുടിശ്ശിക ഇനത്തിൽ തന്നെ 100 കോടി കൊടുക്കാനുണ്ട്. അതെല്ലാം ഗവൺമെൻറ് മുടക്കി കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രം കൈമലത്തുകയാണ് ചെയ്യുന്നത്, തരുന്നില്ല. അവർ പല വിധത്തിലുള്ള മസ്റ്ററിങ്, അതുപോലെ കളറിങ്, ഇങ്ങനെ ബ്രാൻഡിങ്, ഇങ്ങനെയൊക്കെ ഒരുപാട് നിബന്ധനകൾ കൊണ്ടുവരിക. ഇപ്പം ചിലർ പറയുന്നുണ്ട് ഈ 7,000 രൂപ കൊടുക്കുന്നതും ജോലി ചെയ്യിപ്പിക്കുന്നതും കേരള ഗവൺമെൻറ് അല്ലേ, അതുകൊണ്ട് കേരള ഗവൺമെൻറ് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ഉയർത്തിയാൽ എന്താണെന്നാണ്. കേരള ഗവൺമെൻറ് അധികമായി ചെയ്യുന്ന ജോലികളാണ് ഉപാധി എന്ന് പറഞ്ഞത്. ആ ഉപാധി പിൻവലിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ടല്ലോ. അല്ലാതെ 70-ഓ 60-ഓ വരുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയത് NHM-ന്റെ കേന്ദ്ര സ്കീമാണ്. Debate with Dr. Arun Kumar.